ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു സർക്കാർ വരുന്നതിന് മുൻപ് ആ സർക്കാരിനെതിരെ സമരം നടത്തിയത് ആരാണ് എന്നൊരു PC ചോദ്യം വന്നാൽ അതിന് ഉത്തരം മഹിളാ മോർച്ച എന്നായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. ഈ സമരം ചെയ്യാൻ അറിയണവർ അത് ആരോടാണ് ചെയ്യേണ്ടത്, എപ്പോഴാ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ലല്ലോ. തീർച്ചയായിട്ടും സൗജന്യ യാത്ര ലഭിക്കാത്തത് തന്നെയാണ് പ്രതിഷേധം. അടുത്ത അവർ അജണ്ടകൾ വെച്ചേക്കുന്നത് പല വാഗ്ദാനങ്ങളും നൽകിയാണല്ലോ അവര് ഇപ്പൊ കയറിയിരിക്കുന്നത്. ഈ സൗജന്യ യാത്ര കിട്ടുന്നവിടം വരെ കേരളത്തിലെ മഹിളാ മോർച്ച ശക്തമായിട്ട് തന്നെ തെരുവിലിറങ്ങും. ഗതാഗത മന്ത്രി ഉണ്ടോ അവിടെ? ഏതെങ്കിലും ഒരു മന്ത്രി ഇപ്പൊ ഉണ്ടോ? മന്ത്രിസഭ തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ സമരം ചെയ്യുന്നത്? ആദ്യം അവരൊന്നും ഭരണത്തിൽ വരട്ടെ. മന്ത്രി സർക്കാർ അധികാരത്തിൽ വന്നിട്ടില്ല എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല എന്നാണോ? അവരോടൊന്ന് ചോദിക്കാമോ? സർക്കാർ വന്നിട്ടല്ലേ സൗജന്യമെന്ന്? മന്ത്രിസഭ ഇതുവരെ അധികാരത്തിൽ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ ഉറപ്പാണോ? ഞങ്ങളുടെ ഉറപ്പാണ് അവർ അധികാരത്തിലെത്താത്ത. അവര് തമ്മിൽ തല്ലി നടന്നത് അവരുടെ കുഴപ്പം. ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ മന്ത്രിസഭയായിട്ടില്ല, MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല, മന്ത്രിമാർ ആരാണെന്നറിയില്ല, മുഖ്യമന്ത്രി പോലും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ശരി, തിരഞ്ഞെടുക്കാൻ നേരെ വയ്യ ഞങ്ങളുടെ കുറ്റമല്ല, അത് അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്നലെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. അപ്പൊ പൊതുജനങ്ങളോട് അയാൾക്ക് ചില കാര്യങ്ങൾ പറയാമായിരുന്നു. ഞങ്ങളിങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ലേറ്റ് ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാൻ പറ്റൂല. ഇന്നലെ ഒരു രാത്രി കൊണ്ട് പറയായിരുന്നില്ലേ? എന്തുകൊണ്ട് പറഞ്ഞില്ല? നമ്മുടെ സ്ത്രീകളെ വഞ്ചിക്കല്ലേ, ജനങ്ങളെ വഞ്ചിക്കല്ലേ. അപ്പം നിങ്ങൾക്കറിയാം ലേറ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പെട്ടെന്ന് നടത്തിയെടുക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് സമരം ചെയ്യണം. കൊള്ളാം.